അച്ഛൻ ഒരു പാട്ട് പാടച്ച. കുറി വരച്ചാലും കുരിശു വരച്ചാലും കുമ്പിട്ടു നിസ്കരിച്ചാലും കാണുന്നതും ഒന്ന് കേൾക്കുന്നതും ഒന്ന് കരുണാമയനാ ദൈവമൊന്ന് ദൈവമൊന്ന് ദൈവമൊന്ന്. ശിവനെ ഇപ്പൊ കാണാനേ ഇല്ലല്ലോ. ഞാൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ട്. മോക്കെന്താ കഴിക്കാൻ വേണ്ടേ? ഹലോ, അടെ നിങ്ങൾ തുടങ്ങിയ ഞാനാ വരും. മൂക്കെന്താ കഴിക്കാൻ വേണ്ടേ? അച്ഛൻ പറ്റേ വന്നിട്ട് മൂക്കെന്താ ഉണ്ടെന്ന് പറഞ്ഞോ? ഇല്ല, മൂക്ക് വേണ്ട പറഞ്ഞോ? മതിയോ? ഇവിടെ കുളിച്ചിട്ട് ഒരു മാസമായി. ചുമ്മാ അല്ല ഒരു അളിഞ്ഞ നാറ്റം പോയി അടിച്ചു കുളിയുടെ പോടേ. എടാ പൊട്ട, ഈ നെയ്യാർ കുളിച്ചിട്ട് ഒരു മാസമായെന്നാ പറഞ്ഞു. ഓ അങ്ങനെ നിങ്ങൾ തുടങ്ങിയാടേ. കണ്ണ കുടിക്കാൻ സോപ്പ് ഉണ്ടോ? ഈ ബാർ സോപ്പ് ഇട്ട് തേച്ചാലേ സ്കിന്നെല്ലാം ഡ്രൈ ആവും. പിന്നെ പിന്നെ കോപ്പും. അടുത്തൊരു 5 റൗണ്ട് കൂടെ കഴിഞ്ഞാലേ നമ്മൾ കുളിക്കാൻ ഒറ്റയ്ക്ക് സുഖമായിട്ട് കളിക്കാം. നല്ല കോമഡി. കോമഡി ആണെന്ന് നിനക്ക് മനസ്സിലായല്ല? അത് അതിലും വലിയ കോമഡി. അളിയോ, ഇന്ന് രാവിലെ ആ ശശിയാണ് എന്നെ കണ്ടപ്പോഴേ ഒരാക്കിയ നോട്ടം. എന്തിനാ? ഇന്നലെ നമ്മൾ അവന്റെ വിളവിനാട് കരിക്കടത്തത് അതാണ് അറിഞ്ഞു വന്നത്. അപ്പൊ അന്യന്റെ കണ്ടത്തേക്ക് കരിക്കൂടല്ലേ പണി. ശശിയെന്നെ കാണിട്ട് കണ്ണ നീ അവന്റെ കണ്ടതിൽ നിന്ന് തൊണ്ടെന്ന് എടുത്ത് മാറ്റി. അളിയാ, ഞാൻ അപ്പുറത്ത് കുട്ടിക്കൃഷ്ണന്റെ വിള ഉണ്ടല്ലോ, അവിടെ ഞാൻ ഭദ്രമായിട്ടുണ്ട്. അളിയാ, കുട്ടികൃഷ്ണന്റെ വിളയിലാ? എടാ, അങ്ങേര് പാഷാണത്ത് കൃമിയാണ്. പാഷാണത്തിൽ കൃമിയാണ് എന്ന് പറഞ്ഞാ? നിനക്ക് മനസ്സിലായില്ല? എടാ നിന്നെ പോലെയാണെന്ന്. നിങ്ങൾ പേടിക്കാനും വേണ്ട. ആ കുട്ടിക്കൃഷ്ണന്റെ കുറച്ച് രാത്രി സഞ്ചാരമൊക്കെ എനിക്കറിയാം. രാത്രി സഞ്ചാരവും പറയണിയാ? ഓ പിന്നെ നീ അങ്ങനെ ഇപ്പൊ സൂചിക്കണ്ട, നീ കളി. അളിയാ, ടീമിലല്ലേ പറഞ്ഞത്. യുവമാർക്കൊന്നും വേറെ പണിയില്ലേടേ? അളിയാ, നിനക്ക് ഭയങ്കര പണി തന്നെ. അതിൽ ഇവിടെ വന്നിരിക്കണ രാവിലെ. ശരിയാണ്. എടാ നീ പോലീസ് സജീവൊന്ന് വിളിക്ക്. ഞാൻ നിന്നെ തിരെ പോവാം. എടാ എന്നൊരു ഞായറാഴ്ചയല്ലേ, അവരൊന്ന് അടിച്ച് പൊളിച്ചോട്ടെ. അങ്ങനെ ഇപ്പൊ അവന്മാർ ഇവിടെ ചീട് കളിക്കണ്ട. നീ ഒന്ന് നിർത്ത്, അവരൊന്ന് പൊളിച്ചോട്ടെ. നമ്മൾ വിളിച്ചു പറഞ്ഞ അവന്മാർ അറിയത്തില്ല. ഒരു പ്രശ്നമല്ല, നീ വിളിക്ക്. നീ വിളിക്കണ്ട. വിളിക്കണോ? എന്താണ് ഇവ എങ്ങനെ? വിളിക്ക്. എടാ വേണ്ടാന്ന് വിളിക്ക്. ഹലോ വിളിക്ക്. ഹലോ സജീവണ്ണ,
ഇവിടെ കുറേ വേണ്ട. കളിക്കുന്നു വിളിച്ചു ഒന്ന് വരട്ടി സ്ഥിരം പരിപാടി പറഞ്ഞു ഇനി എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല അങ്ങനെ പറഞ്ഞത് വരട്ടെ. എടാ നിങ്ങൾ ഇപ്പം നോക്കിക്കോ, അവൻ പോലീസ് സജീവിനെ ഇപ്പം വിളിക്കും. അങ്ങനെയൊന്നുമില്ല കളി എന്തെങ്കിലും ഇപ്പം കണ്ടോ? എടാ പിന്നെ ഇന്ന് വൈകിട്ടുണ്ടല്ലോ നമ്മുടെ ശാന്താണിന്റെ കടയിൽ സിമെന്റ് ആരൊക്കെ വരണം 400 രൂപ കിട്ടണേ. ഞാൻ പറഞ്ഞ കളിയാ, എനിക്ക് വേർപ്പില്ല അസുഖം. ഞാനും ഇല്ല, നമ്മൾ കണ്ടുവരാം. ഞാനും വരാം. എടേ ശിവ, നിന്റെ മൊബൈൽ റിങ് ചെയ്യണ്ടാവാ? അടിക്കണ്ട, അതവിടെ അടിക്കിട്ട്. നിന്റെ അടുത്ത് 1000 പ്രാവശ്യം പറഞ്ഞല്ലോ ചീട്ട് കളിക്കുന്നത്. എടുത്തോണ്ട് പോയടാ. അണ്ണാ ഞങ്ങളോട് കുളിക്കാൻ വന്നതാണ്. കുളിക്കാൻ വന്നേരം എന്താണ് ഇവിടെ ചീട്ട് കളിക്കാൻ പാടില്ല. പക്ഷേ നീ ഇവിടെ ഉണ്ടായിരുന്നു. വീട്ടിൽ പെയിന്റ് അടിക്കാൻ വരാൻ പറഞ്ഞിട്ട് വരാം. എനിക്ക് ചെറിയൊരു പണി ഉണ്ടായിരുന്നു, നാളെ വരാം. നിങ്ങളെ കുറിച്ച് ഒരുപാട് കംപ്ലൈന്റ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇവിടെ ഇത് ആവർത്തിക്കില്ല. ഓക്കെ. ആ മണികണ്ഠൻ എവിടെയും കണ്ട എന്താണ് കാര്യം? 5-6 മാസമായി ഒരു സ്റ്റൂൾ 2 കസേര എടുത്തിട്ട് ഇതുവരെയും പൈസ തന്നില്ല. അത്രയുള്ള കാര്യം. രാമനുണ്ടല്ലോ അവിടെ ചൂണ്ടിട്ടോണ്ടിരിക്കുകയായിരുന്നു. കുറെ സമയം അവിടെ ഇരിപ്പുണ്ടാവും. കാശ് കിട്ടിയ നിന്നോട് ഞാൻ പറഞ്ഞല്ലടാ ആ സജീവനെ വിളിക്കല്ലെന്ന്. ഇപ്പൊ അവന്മാരെ പണി തന്നത് കണ്ടില്ലേ? അതിപ്പോൾ നമ്മൾ വിളിച്ചാലില്ലെങ്കിൽ അവന്മാർ നമുക്ക് ഇട്ട് പണിയും. ഇപ്പോൾ അവന്മാർക്കൊരു പണി കൊടുത്തെന്ന് പറഞ്ഞാൽ നമുക്ക് സമാധാനം. ഇപ്പൊ നമ്മളെ അവസ്ഥ എന്താ ഇപ്പോ? എനിക്ക് കാര്യമുണ്ടോ? അറിയണ്ട. അയ്യോ അജിയ, എത്ര ദിവസമായി ഞാൻ വീട്ടിൽ പോയിട്ട് കാണാൻ പറ്റുന്നില്ല. മണിയാണ് വളരെ ബുദ്ധിമുട്ടാണ്. ഞാൻ തന്ന് തീർത്തോളാം. ഒരു 2 ആഴ്ച സമയം കൂടെ എനിക്ക് തരണം. അടുത്ത ആഴ്ച ഞാൻ ബുദ്ധിമുട്ടിക്കില്ല, ഞാൻ തീർത്തോളാം. ഉറപ്പാണ്. രാമൻ എൻ്റെ വേർപ്പിൻ്റെ അസുഖം മാറും, നിന്റെ അവൻ്റെ വേർപ്പിൻ്റെ അസുഖം മാറും. അതാണ് ആരിലല്ലേ അറിയാം, ഡെയിലില്ലല്ലോ തണുപ്പിന്നെ എപ്പോഴും അറിയടാ അവനെ. പോട്ടെ. ആ എല്ലാവരും ഉണ്ടല്ലോ. ഇന്ന് വൈകിട്ട് കമ്മിറ്റി ഉണ്ട് 5 മണിക്ക് വരണം കേട്ടോ. 5 മണിക്ക് പറ്റില്ലാണ്. ശാന്തന്റെ കടയിൽ സിമെന്റ് ഇറക്കാൻ പോകണം. പൈസയുടെ നേസലാണ്. അതെല്ലാം പോട്ടെ. നിങ്ങളെ മറ്റേ മഹേഷും മണികണ്ഠനുള്ള വിഷയങ്ങളൊക്കെ തീർന്നു. അതങ്ങനെയൊന്നും എളുപ്പത്തിൽ തീരില്ല അണ്ണാ. നിങ്ങളോട് ഉണ്ടായിരുന്നു മകേശന് മണിയാണല്ലോ പ്രശ്നം. മരിക്ക് വാ പോവാം. ആ വിഷയങ്ങളെ തീരില്ല. ഒരിക്കലും ആ വിഷയങ്ങളെ തീരില്ല. അണ്ണന്റെ വാക്കിന്റെ ഓർത്ത് പോകുന്നു. നിങ്ങൾ തമ്മിൽ തെറ്റേണ്ട വിഷയം എന്താണ്? എന്നാ വലിയ വിഷയമൊന്നുമില്ല. ഇതാ വെള്ളത്തിൽ കിടക്കല്ലേ മനു, അവന്റെ പോക്കറ്റിൽ കിടന്നിട്ട് അറിയാതെ ഒന്ന് റിങ് ആയി പോകണം. മഹേഷിന്റെ ഭാര്യയാണ് എടുത്തത്. അവന്റെ ഫോണിലോട്ട് പോയത് അവന്റെ ഭാര്യ എടുത്തു. സംഭവം അവള് കേട്ടു. എന്തോ നമ്മളിവിടെ കുറച്ച് പിന്നെ മസാല വരുവാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഉമ്മാര് വാ തുറന്ന് അറിയാമല്ലോ, അതായിരുന്നു സംഭവം. അങ്ങനെയാണ് ഉമ്മാര് തമ്മിൽ ചെറിയൊരു ക്ലാഷ് ആദ്യം തുടങ്ങി. പിന്നെ ചെറിയ ചെറിയ വിഷയങ്ങളായിട്ടാണ് പ്രശ്നമായി. ഹലോ. നീ ഇപ്പോൾ എവിടെയാടാ? ഞാനിവിടെ എത്തിയടാ. ഞാൻ കറക്റ്റ് നമ്മളെ നെയ്യാറില്ല. അതിൻ്റെ കാര്യം. ശരി ശരി. മനു കയറി വാടാ സമയത്തിന്. അവനാണ്. എന്നായാലും നിന്നെ ഞങ്ങളുടെ കയ്യിൽ കിട്ടും കേട്ടാ. ഒന്ന് പോടാ. നീക്കിന് ഇവിടെ ഒലത്തും. ഓടിയത് മാത്രം വെച്ചോ, അവനെന്തെങ്കിലും നമ്മുടെ കയ്യിൽ കിട്ടും. വിളിക്കാം വാ. കുളിച്ചത് മതിയടാ മനു. ഇടാ കേറ് എന്നൊക്കെ ചോക്കൊന്ന്. മണിയാ
വെള്ളം ചെളിയായി ചെളി കലങ്ങി ചെളിയായി. ഇനി ഒരുപാട് സമയം കുളിച്ചാ ഓരോ പിടിക്കും. നോക്കി കയറാം. എല്ലാവരും കുളിച്ച് കയറിയോ? ശിവ, കൊച്ചിനെ നീ അവിടെ ഇരുത്തിട്ട് പോയി. ഞാൻ ഓട്ടോ പിടിച്ചാണ് വീട്ടിൽ കൊണ്ടുവച്ചേ. അത് ഇതുവരെ ഒരു ആഹാരം കഴിച്ചിട്ടില്ല. അവനോടെ അവനെവിടെ? അയ്യോ എന്തോ വെച്ചടാ. മക്കളെ എന്തിനാ? പേടിക്കണോ? ഹലോ മക്കളെ ഹലോ മനു എന്നാൽ നമുക്ക് പോകാം. എനിക്ക് എന്താണ് സംഭവിച്ചത്? ഒന്ന് കണ്ണടച്ചു അപ്പോൾ എല്ലാം മനസ്സിലാവും. ഞാൻ എൻ്റെ കൂട്ടുകാരോടും മാമനോടും ഒന്ന് യാത്ര പറഞ്ഞിട്ട് വന്നോട്ടെ. എൻ്റെ കൂട്ടുകാർക്ക് പോലീസ് കേസ് എന്തെങ്കിലും ആവുമോ? ഒന്നും പേടിക്കാനല്ല, അവർക്കൊന്നും സംഭവിക്കും. നീ നമ്മെക്കുറിച്ച് എന്താണ് വിചാരിച്ചിരിക്കുന്നത്? നീ ധൈര്യമായിരിക്കും. നിനക്ക് ഒരുപാട് ജീവിതം ബാക്കിയുള്ളത്. അതുകൊണ്ട് നീ നന്നായി ജീവിക്കുക. ഞാൻ നിൻ്റെ ജീവൻ തിരിച്ചു തരിക. അങ്ങോട്ട് നോക്ക്, നീ പുണരാൻ പോവുകയാണ്. എന്തുവാ നേരെ സമയമായില്ലേ? 10 മണിയായില്ലേ? എഴുന്നേറ്റ്. മാമ ഞാൻ സ്വപ്നം കണ്ടു കിടക്കുകയായിരുന്നു. കുറച്ചുകൂടി ഒന്ന് കാണട്ടോ. കണ്ടാലും മതി. നീ എന്ത് സ്വപ്നം കണ്ടത്? ഓ എൻ്റെ മാമ, ആറ്റിൽ മുങ്ങി താഴ്ന്നതായിട്ടാണ് ഞാൻ കണ്ടത്. നിന്നോട് ഞാൻ പറഞ്ഞില്ലേ നീന്താൻ അറിയാതെ ആറ്റിൽ കുളിക്കാൻ പോരുമെന്ന്? ഓ ഇനിയില്ല അമ്മ, ഇനി പോയില്ല. അനുവേ, അനു എന്താടാ ശിവ? അല്ലേ വാ കുളിക്കാൻ. കുളിക്കാനാ? ശരി, ഞാൻ പറഞ്ഞില്ല. നീ വാടേ, നീ ഇല്ല ശരിയാ വേണ്ടി. ഞാൻ വരുന്നില്ലടേ. എന്തടേ നിനക്ക് എന്നെ കണ്ടു കാര്യം ചോദിക്കുന്നില്ല. നിനക്ക് ആ രഞ്ജിത്ത് ഒരു കഞ്ചാവ് ഏർപ്പെടുന്നില്ല. എടാ അതൊക്കെ ആളൊക്കെ ഒരു വ്യത്യാസമാണ്. നീ അതൊക്കെ നിർത്തിയെന്ന് എനിക്ക് എപ്പോ ബോധ്യമാവട്ടെ അപ്പൊ വാ കേട്ടോ.
കഞ്ചാവിന്റെ പരിപാടിയൊക്കെ വെച്ച് നിർത്തിക്കോ. നമുക്ക് പിന്നിൽ ആരോ ഉണ്ട്. ഇതിന്റെ തുടർന്നു പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാനും അങ്ങോട്ട് പറയാൻ വേണ്ടി വന്നതാ. ഞാൻ വെച്ച് നിർത്തുക.